കിഫ്ബി മസാല ബോണ്ട് ഇടപാട് കേസിൽ ഇഡിക്ക് താൽക്കാലിക ആശ്വാസം. ഇ ഡി നോട്ടീസിന്മേലുള്ള തുടർ നടപടി തടഞ്ഞ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഉത്തരവിന് സ്റ്റേ. ഇ ഡിയുടെ അപ്പീലിലാണ് ഡിവിഷൻ ബെഞ്ചിന്റെ നടപടി. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷ് ചേരുന്നു. വിഷ്ണു സുരേഷ്, നേരത്തെ ഇ ഡിയുടെ നോട്ടീസുമായി ബന്ധപ്പെട്ട് അതിന്റെ നടപടികളൊക്കെ ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് തടഞ്ഞിരുന്നതാണ്. ഇപ്പോൾ ഡിവിഷൻ ബെഞ്ച് ആ സ്റ്റേ നീക്കിയിരിക്കുന്നു. എന്തൊക്കെയാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ? ദിലീപ്, ജസ്റ്റിസ് വി ജി അരുണിന്റെ ബെഞ്ചാണ് ഇ ഡി കിഫ്ബിക്ക് അയച്ച നോട്ടീസിന്മേലുള്ള തുടർ നടപടികൾ 3 മാസത്തേക്ക് സ്റ്റേ ചെയ്തത്. ഇതിന് പിന്നാലെയാണ് ഇ ഡി ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചത്. നിലവിൽ സിംഗിൾ ബെഞ്ചിന്റെ അധികാര പരിധിക്ക് പുറത്തുള്ള ഒരു വിഷയമാണ്. അതിൽ സ്റ്റേ അനുവദിക്കുന്നത് ശരിയല്ല എന്നുള്ളതായിരുന്നു ഇ ഡിയുടെ വാദം. ഒപ്പം പ്രാഥമിക നടപടി മാത്രമാണ് നോട്ടീസ് അയക്കുക എന്നുള്ളത്. വിശദമായ അന്വേഷണത്തിലേക്ക് ഇതുവരെ കടന്നിട്ടില്ല. കിഫ്ബിയുടെ ഹർജി തന്നെ അപക്വമാണ് എന്നാണ് ഇ ഡി കോടതിയിൽ വ്യക്തമാക്കിയത്. ഡിവിഷൻ ബെഞ്ചിൽ പറഞ്ഞത് കിഫ്ബി ആകട്ടെ തങ്ങൾ ചട്ടം ലംഘിച്ചു തന്നെയാണ്, ചട്ടം പാലിച്ചു തന്നെയാണ് ഇത്തരത്തിലുള്ള നടപടികൾ സ്വീകരിച്ചത്. ഒരു തരത്തിലുള്ള ക്രമക്കേടുകളും സംഭവിച്ചിട്ടില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇന്ന് ഡിവിഷൻ ബെഞ്ചിന് മുമ്പാകെ പറയുകയും ചെയ്തു. പക്ഷേ ജനുവരി 5-ാം തീയതിയാണ് ഈ ഹർജി വീണ്ടും പരിഗണിക്കുക. അതുവരെ നേരത്തെ സിംഗിൾ ബെഞ്ച് പുറപ്പെടുവിച്ച സ്റ്റേ, ആ സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ് ഇപ്പോൾ ഡിവിഷൻ ബെഞ്ച് സ്റ്റേ ചെയ്തിരിക്കുകയാണ്. കിഫ്ബിയെ സംബന്ധിച്ചിടത്തോളം താൽക്കാലിക ആശ്വാസം എന്ന് തന്നെ പറയാം. ഇതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയും PM തോമസ് ഐസക്കും ബാക്കി KM എബ്രഹാം അടക്കമുള്ള ആളുകൾക്ക് അയച്ച നോട്ടീസും നേരത്തെ സ്റ്റേ ചെയ്തിരുന്നു. ഒരുപക്ഷെ ഇ ഡി അതിനെതിരെയും അപ്പീലിന് പോകാനുള്ള സാധ്യതയാണ് നിലവിലുള്ളത്. കിഫ്ബി ഈ മസാല ബോണ്ടുമായി ബന്ധപ്പെട്ട് വാങ്ങിയ പണം അത് വകമാറ്റി റിയൽ എസ്റ്റേറ്റിന് ഉപയോഗിച്ചു എന്ന് ചൂണ്ടിക്കാണിച്ചാണ് ഇ ഡി ഈ പറയുന്ന ആളുകൾക്കെല്ലാം നോട്ടീസ് അയച്ചത്. പക്ഷേ അങ്ങനെയല്ല എന്ന നിലപാടാണ് കിഫ്ബി കോടതിയിൽ എടുത്തത്. അതുമായി ബന്ധപ്പെട്ടുള്ള വാദപ്രതിവാദങ്ങൾ ഇന്ന് നടന്നിരുന്നു. അതിനാണ് ഇപ്പോൾ ഡിവിഷൻ ബെഞ്ച് ഇ ഡിക്ക് അനുകൂലമായ ഒരു താൽക്കാലിക സ്റ്റേ അനുവദിച്ചിരിക്കുന്നത്. ദിലീപ്, കിഫ്ബി മസാല ബോണ്ടുമായി ബന്ധപ്പെട്ട് നേരത്തെ ഇ ഡി അയച്ച നോട്ടീസ് ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് സ്റ്റേ ചെയ്തിരുന്നതാണ്. അത് ഈ മസാല ബോണ്ടിലൂടെ ലഭിച്ച പണം ഭൂമി വാങ്ങാൻ കിഫ്ബി ഉപയോഗിച്ചു, അത് ഫെമ ലംഘനമാണ് എന്നായിരുന്നു ഇ ഡിയുടെ വാദം. ഇപ്പോൾ ഡിവിഷൻ ബെഞ്ച് ഈ നടപടി സ്റ്റേ ചെയ്തിരിക്കുകയാണ്. വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.